ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് ഈ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാവർക്കും ഒക്കെ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആകെ ഒരു തേങ്ങയുടെ പാല് മാത്രമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു തേങ്ങയുടെ പാല് ഞാൻ എടുത്തിട്ട് രാത്രി അത് ഫ്രിഡ്ജിൽ വെച്ച്, അപ്പം നിങ്ങൾക്ക് ഈ തേങ്ങയുടെ പാല് മൊത്തത്തിൽ വേണമെങ്കിലും വറ്റിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ഉരുളിയൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തില്ല. അപ്പം ഇതിൻ്റെ ക്രീം മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വന്ന് നിൽക്കും. ആ ക്രീം മാത്രം ഞാനിങ്ങനെ വീതിയുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തത്. മുഴുവനായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. കുറേ ആ വെള്ളത്തിൽ കലങ്ങി കിടക്കുന്നുണ്ട് പാലിൻ്റെ പോലെ. അത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച്. അപ്പോൾ ഒരു തേങ്ങയുടെ ആ ഒരു ക്രീമായിട്ടുള്ള ഭാഗം മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ മൂത്ത തേങ്ങ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ മുഖത്തൊക്കെ ഇടാനായിട്ട് ഈ എണ്ണ ഏറ്റവും നല്ലതാണ്. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഇങ്ങനെ ഓയിൽ ഒരു തേങ്ങക്കൊക്കെ ഞാൻ ഉണ്ടാക്കുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനെ ചിരണ്ടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എൻ്റെ മോനെ ചിരണ്ടി തന്നത് എനിക്ക്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യൂലായിരുന്നു. അപ്പോൾ ഇത് ഒരു തേങ്ങ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 150 ഗ്രാം എണ്ണ ഉണ്ടായിരുന്നു ഈ ഒരു തേങ്ങ കൊണ്ട് ചെയ്തിട്ട് തന്നെ. അത്രയും മതി. നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിത് ഈ ഇപ്പോൾ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് റെഡിയായി വന്നു. അരമണിക്കൂർ മതി, ഈ ഒരു തേങ്ങയുടെയൊക്കെ ഉണ്ടാകാൻ അരമണിക്കൂർ മതി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വെള്ള കളറില്ല, നല്ല വെള്ളം പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെ പിരിഞ്ഞ് വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ വൈറ്റ് കളർ മാറുന്നതിന് മുമ്പ് കുറച്ച് ഊറ്റിയെടുത്താൽ നല്ല വെള്ള കളറിലെ വെളിച്ചെണ്ണ കിട്ടും. വെള്ളമല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുടിക്കുന്ന വെള്ളം പോലെ ഇരിക്കുന്ന വെളിച്ചെണ്ണ കിട്ടും. അപ്പം ഞാനത് ഊറ്റിയെടുത്ത് നോക്കി, പക്ഷെ അതിൽ ഇത്തിരി കളർ വ്യത്യാസം വന്നുപോയി. അതിനും കുറച്ച് മുമ്പ് എടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളത് കാണിച്ചില്ല കേട്ടാ. അത് ഈ ഒരു വെള്ളപ്പം തന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ അതിനകത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങൂലേ, അപ്പം ഊറ്റി കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറ്, ഒട്ടും കളറ് മഞ്ഞ വരാത്ത വെളിച്ചെണ്ണ കിട്ടും. അത് നല്ലതാ. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അത് യെല്ലോ കളറായിപ്പോയി ഞാൻ എടുത്തപ്പോൾ. പിന്നെ ഇന്നലത്തെ വീഡിയോ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടാ. ഇന്നലെ കാണിച്ച വീഡിയോൻ്റെ അതിനകത്ത് ഞാൻ വണ്ണം വെക്കാനായിട്ട് ഒരു കുട്ടി ചോദിച്ചതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ കൂടി അതൊന്ന് പറഞ്ഞേക്കട്ടെ. വണ്ണം വെക്കാനായിട്ടുള്ളത് ഏത്തപ്പഴം കഴിക്കുക ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം. പിന്നെ നമ്മൾ പാലിൻ്റെ അകത്ത് ബദാം പൊടിച്ചിട്ട് അത് കഴിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വണ്ണം കൂടുന്ന ഒരു കാര്യം ശരീരത്തിൽ ഉണ്ടെങ്കിൽ വണ്ണം കൂടിയിരിക്കും. പക്ഷേ വണ്ണം ഒട്ടും എന്ത് കഴിച്ചാലും വണ്ണം വെക്കാത്ത കുറേ ആളുകളുണ്ട്. അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണെന്ന് നമ്മൾ ഉൾക്കൊള്ളാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. അതല്ലെങ്കിൽ പാലും പഞ്ചസാരയും കാച്ചിയിട്ട് അതിനകത്ത് നമ്മുടെ ഓട്സ് കാച്ചി കുടിക്കുക. പിന്നെ ഉലുവ വെള്ളത്തിൽ രാത്രി ഇട്ടിട്ട്, ഒരു പിടി ഉലുവ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് തിരുമ്മിയ എടുത്തിട്ട് ആ വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന ശരീരമാണോ വണ്ണം വെച്ചിരിക്കും, ഉറപ്പാണ്. ഞാനൊക്കെ അത് ചെയ്തിട്ട് വണ്ണം വെച്ച ആളുകളാണ്. അപ്പോൾ അത് ചെയ്തിട്ട് വണ്ണം വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരമൊന്ന് സമാധാനിക്കുക. വണ്ണം കൂടിയത് കൊണ്ട് നമുക്ക് ആരോഗ്യം കുറവേ വരുള്ളൂ. വണ്ണം കൂടാതെ നിൽക്കുന്ന ശരീരമാണ് എപ്പോഴും നല്ലതെന്ന് കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. പിന്നെ ഒരുപാട് പച്ചമരുന്നുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ എനിക്കൊന്നും നേരം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒത്തിരി പച്ചമരുന്നുകൾ അതും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും തേടിപ്പിടിച്ച് പോകാനോ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുമില്ല. പിന്നെ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുണ്ടായി ഇപ്പം ഈ ഒരു രീതിയിൽ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്ന വീഡിയോ അത് പോയി. അപ്പോൾ ബാക്കി ഇത് ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് ഇങ്ങനെ ആ സ്പാച്ചിലുകൊണ്ട് തന്നെ ഇങ്ങനെ നെക്കി ഞാൻ അതിനകത്ത് തന്നെ ഒരുവിധം ആക്കിയിട്ടാണ് ഇതിങ്ങനെ ഒരു തുണിയിലേക്ക് ഇട്ട് പിഴിയാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ പിഴിഞ്ഞിട്ടൊന്നും പോകാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച ആ കിഴി അങ്ങനെ കെട്ടി വെച്ചിട്ട് അത് കളയണ്ടല്ലോ, നല്ല വെളിച്ചെണ്ണയുടെ ഇതല്ലേ. കിഴി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളുടെ മേത്തൊക്കെ ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്തു കഴിയുമ്പോൾ അതിലെ എണ്ണയെല്ലാം നമ്മുടെ മേത്ത് ആകുന്നുണ്ട്. അപ്പം അതും കളയാതെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒരു 150 ഗ്രാം, ഞാൻ പറഞ്ഞില്ലേ 150 ഗ്രാം ഇതാണ് വെളിച്ചെണ്ണ.
അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മുഖത്തും എല്ലായിടത്തും ഒക്കെ ശരീരം മുഴുവൻ പറ്റണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അത്യാവശ്യം മുഖത്തെ പിമ്പിൾസ് തന്നെ എല്ലാം നല്ലതാണ് വെളിച്ചെണ്ണ. എല്ലാ കാര്യത്തിനും നല്ലതാണ് വെളിച്ചെണ്ണ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാം. അപ്പം ഞാനിത് മറിഞ്ഞൊക്കെ പോകണമെന്ന് വിചാരിച്ച് ഏതായാലും ഗ്ലാസ്സിലെടുത്തതല്ലേ, ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് സെറ്റ് ചെയ്ത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് മറിഞ്ഞു പോയാലും കുഴപ്പമില്ല. പിന്നെ ആണെങ്കിൽ ഇത് ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ നമുക്ക് ക്രീം എടുക്കണ പോലെ ഇത്തിരി ഒന്ന് കൈ കൊണ്ട് വരച്ച അത് ക്രീം പോലെ നമ്മുടെ കയ്യിലേക്ക് വരും. ആവശ്യത്തിന് മാത്രം എടുക്കുക, വേസ്റ്റ് കൂടുതൽ പോകൂല. ഇങ്ങനെ ലിക്വിഡായിട്ട് വെച്ചേക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് പോകും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നാളിത് നിന്നോളൂ, ലാസ്റ്റ് ചെയ്യും. അപ്പം നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. താങ്ക് യു.